ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ കൈകൾ വീശിക്കൊള്ള പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് ആന്തരികമായ ബോധ്യങ്ങളുണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവം തീരുമാനമെടുക്കും. എപ്പോഴും നമ്മുടെ അറിവിൻ്റെ എപ്പോഴും ഓർക്കണം, എല്ലാ അനുഭവങ്ങളും അതിശയങ്ങളും അറിവിന് ആനുപാതികമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കണമെന്ന് പറയണത്. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എന്ത് പറ്റും? കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും, കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കും. നിൻ്റെ വിഷയം കുറച്ചുകൂടി സങ്കീർണമാണെങ്കിൽ ഞാൻ പറയും, നീ കുറച്ചുകൂടി സങ്കീർണമായിട്ട് കർത്താവിനെ അറിയണമെന്ന് പറയും. നിൻ്റെ വിഷയം കൂടുതൽ സങ്കീർണമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്താ? നമ്മൾ സങ്കീർണമായിട്ട് കുറച്ചുകൂടി കർത്താവിനെ ആഴമായിട്ട് അറിയാൻ പരിശ്രമിക്കും. കാര്യം, കർത്താവിനെ കണ്ടുമുട്ടിയവരെ കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തത കിട്ടും. എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ടൊരു വാക്ക് മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഇതിലെ ഈ ബർത്തിമേവുസ് എന്ന് പറയുന്നൊരു അന്ധനില്ലേ, രണ്ട് അന്ധന്മാരുടെ കർത്താവ് ഏതാണ്ട് ഒരുപോലെ സംസാരിക്കണ കേൾക്കാം. ഒന്ന് ജെറിക്കോയിൽ വെച്ച് രണ്ട് അന്ധന്മാരെ കർത്താവ് കാണും. ജെറിക്കോയിൽ വെച്ച്. പിന്നെ ജെറിക്കോയിൽ നിന്ന് ഈശോ പുറത്തേക്ക് വരുമ്പോഴും ഒരു അന്ധനെ കാണാം. എന്താ ഈ ജെറിക്കോയിൽ അന്ധന്മാരെല്ലാം കോളനി അടിച്ച് താമസിക്കണമെന്ന് അറിയത്തില്ല. പണ്ട് ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ആ മനുഷ്യൻ പോകുകയാണ്. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം എന്നുള്ള ഒരു സൂചനയാണ് ഈ അന്ധന്മാരുടെ ഡയലോഗിൽ നിന്ന് സുവിശേഷം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മൂന്ന് അന്ധന്മാർ ഏതാണ്ട് ഒരുപോലെയാണ് സംസാരിക്കുന്നത്. എന്താണ്? കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ബർത്തിമേവുസിനോട് ചോദിക്കും, എന്താണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ബർത്തിമേയുസിനെ ഈശോ കാണുന്നത് ജെറിക്കോയിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ അന്ധനെ ബർത്തിമേയുസിനെ കാണുന്നത്. ഗ്രാമത്തിലായിരിക്കുമ്പോഴും കർത്താവ് 2 അന്ധന്മാരെ കണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചത് സെയിം ക്വസ്റ്റ്യനാണ്. അന്ധന്മാരോടൊക്കെ കർത്താവ് ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ എന്ന്. കർത്താവിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് അന്ധന്മാരെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. മർക്കോസ് 10:51 ബർത്തിമേയുസിനോട് കർത്താവ് ചോദിക്കണത്. ബർത്തിമേയുസ് അന്ധനാണ്. എന്താണ് ചോദിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ സെയിം സ്ഥലങ്ങളിൽ തന്നെ വെച്ചാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:20-32 മത്തായി ശ്ലീഹ 20:32 സെയിം ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങളെ പതുക്കെ ആ വിഷയത്തിൽ തന്നെ ഒന്ന് ധ്യാനിപ്പിക്കുക. കാരണം എനിക്ക് ഇന്നലെയാണ് കർത്താവ് ഈ മെസ്സേജ് തന്നത്. ഇന്നലത്തെ പ്രാർത്ഥനയിലാണ് എനിക്ക് ഈ മെസ്സേജ് ഏറെക്കുറെ ഞാൻ എപ്പോഴും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച പോർത്തു. എന്തുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ അന്ധന്മാരോട് ചോദിക്കണമെന്ന്? അന്ധന്മാരോട് ചോദിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വ്യക്തത കിട്ടാത്തിടത്തോളം കാലം ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അന്ധന്മാരായിട്ട് തുടരും. പറഞ്ഞു മനസ്സിലായില്ലേ? 2 അന്ധന്മാരോടും 3 അന്ധന്മാരോടും ഈശോ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20:32 2 അന്ധന്മാരോട് ജെറിക്കോയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നു. എന്താ ചോദിക്കണത്? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് വരുമ്പോൾ ബർത്തിമേയുസ് എന്ന അന്ധനോട് കർത്താവ് ചോദിക്കണത്. അത് 10:51 മർക്കോസിൻ്റെ സുവിശേഷം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണത്? സുവിശേഷം ഭയങ്കരമായ ഒരു ജ്ഞാനഗ്രന്ഥമാണ്. ഇപ്പോൾ എത്രയോ വർഷമായി, ഞാൻ ഏതാണ്ട് 75 മുതൽ ആണ് എനിക്ക് സുവിശേഷം പരിചയം കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ വായിച്ചിട്ട് ഇന്നലെ അല്ലേ ഈ ചോദ്യത്തിൻ്റെ സാധർമ്മ്യം പിടികിട്ടണത്. എത്ര വർഷമായി? 75 പോയിട്ട് 44 വർഷം കഴിഞ്ഞിട്ടല്ലേ ബൈബിൾ വായിക്കാൻ തുടങ്ങി. 44 വർഷം കഴിഞ്ഞിട്ടാണ് ഈ 2 അന്ധന്മാരോട് സെയിം ക്വസ്റ്റ്യനാണ് കർത്താവ് ചോദിച്ചതെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് ആ ചോദ്യം. അതായത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. OIT-കാരൊക്കെ ഇങ്ങനെ മാർച്ച് ചെയ്തു വന്ന് സാക്ഷ്യം പറഞ്ഞ സ്ഥലമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ IELTS-കാരും OIT-കാരും ഇപ്പോൾ ചില പ്രവചന പ്രഘോഷകരൊക്കെ സോഷ്യൽ മീഡിയയിൽ കർത്താവിന് ഇപ്പോഴത്തെ പരിപാടി IELTS പാസ്സാക്കുകയാണ്. കർത്താവിന് അങ്ങനെ പല പരിപാടികളുണ്ട്. മീനില്ലാത്ത സ്ഥലത്ത് മീനുണ്ടാക്കി കൊടുക്കുക, അപ്പമില്ലാത്ത സ്ഥലത്ത് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുക, കല്യാണത്തിന് വീഞ്ഞില്ലാത്ത സ്ഥലത്ത് വീഞ്ഞുണ്ടാക്കി കൊടുക്കുക, മനുഷ്യനെ അതാത് കാലങ്ങളിൽ നിലനിർത്തുക ദൈവത്തിൻ്റെ ബാധ്യതയാണ്. കൈയിടിച്ച് കർത്താവ് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, ജീവനേ
ആനന്ദമേ അങ്ങേ മാർവിച്ചാരുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഉടമ്പടി ശരിക്കും മനുഷ്യൻ്റെ ഭൗതിക സമ്മർദ്ദത്തിനുള്ള ദൈവത്തിൻ്റെ സമാശ്വാസ നടപടിയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് കുറച്ച് ബോധം ഉണ്ടാകണം നല്ലതാണ്. കാര്യം ഉടമ്പടി നമ്മളുടെ എന്ത് ഉടമ്പടിയാണ്? മരിയൻ ഉടമ്പടിയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അപമാതാവിനോട് ഈശോ പറയും, അതിലെനിക്ക് നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ആകാത്ത സമയമാക്കിയെടുക്കാൻ, നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ അമ്മയുടെ ബോധജ്ഞാനത്തെ തെളിഞ്ഞ് ദൈവം കൊടുത്ത ഒരു മാർഗമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ പറയണ 6 കാര്യങ്ങൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ, എനിക്കറിയാമോ, ഇന്നൊക്കെ ഒരു ചാവറ അച്ഛനാകാനോ അൽഫോൻസ ആകാനോ ഒരു ജന്മം ജീവിക്കേണ്ട കാര്യമില്ല. 5 മാസം ജീവിച്ചാൽ മതി. ഇന്നൊരു വിശുദ്ധ ചാവറ അച്ഛനാകാനോ ഒരു അൽഫോൻസമ്മ ആകാനോ നമ്മളൊരു ജന്മം ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല. ഈ ഉടമ്പടി പ്രോസസ്സിലൂടെ ഇപ്പം നമുക്കറിയാമല്ലോ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇല്ലേ, ഒരു 3 മാസം കൊണ്ട്. അടുത്ത 3 മാസം കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കുന്നു. അപ്പോൾ വേറെ 6 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യാൻ പോണത് ഇല്ലേ, വേറെ 6 കാര്യങ്ങളാണ്. ഈ കാലം ഇപ്പോൾ ആദ്യത്തെ അവൻ പറയണതനുസരിച്ച് കൊണ്ട് ഈ ആദ്യത്തെ 3 മാസം 90 ദിവസം ഉടമ്പടിയുടെ 1-ാം ഘട്ടം. അപ്പോഴും നമ്മൾ രോഗികളെ അവരെ ചികിത്സിച്ചു, അവരെ ശുശ്രൂഷിച്ചു. അപ്പോൾ നമ്മൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ 90-ന്റെ 1-ാം ഘട്ടം കഴിയുമ്പോൾ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു ഉടമ്പടി എടുത്ത് ഒരു മഹാവിപത്തിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞു, അച്ഛാ ആരെങ്കിലും പാവത്തങ്ങൾ 1-2 പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, ഞങ്ങളവിടെ കല്യാണത്തിന് സഹായിച്ചോളാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈ സംഭവം ഏറ്റെടുത്തു. പക്ഷെ നീതിയായിട്ട് ചെയ്യണ്ടേ, പാവത്തങ്ങളായിരിക്കണം. അപ്പോൾ ഉടമ്പടി 2-ാം ഘട്ടം വന്നപ്പോൾ എന്ത് പറ്റണം? അവർ പാവപ്പെട്ടവരുടെ കല്യാണത്തിന് സഹായിക്കാവുന്ന വലിയ കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനെ ഉടമ്പടി 3-ാം ഘട്ടം കഴിയുമ്പോഴും നീ പഴയതുപോലെ ചൊറിയും കുത്തി ചൊരുക്കി കൊണ്ടുപോയി രറ്റോളം തേച്ചിരിക്കരുത്. നിൻ്റെ ഘടന വ്യത്യാസപ്പെടുത്തണം. ഉടമ്പടി 3-ാം ഘട്ടം വരുമ്പോൾ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കണം. ഉടമ്പടി 4-ാം ഘട്ടം നീല പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നീ ജീവിക്കുന്ന ഒരു വിശുദ്ധയായിട്ട് മാറണമെന്നാണ് ഉടമ്പടി ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം ഇതുപോലെ മനുഷ്യനെ വളരെ പദ്ധതി പ്രകാരം കൃപയിൽ വളർത്തുന്ന ഒരു അത്ഭുതകരമായ പ്രാർത്ഥനാ പദ്ധതി എന്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കറിയാവോ? സത്യമായിട്ടും അമ്മ പ്രത്യക്ഷപ്പെടാൻ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണത്. കാര്യം ആ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആരാ കണ്ടത്? ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങളൊക്കെ കാണുമായിരിക്കും. കാര്യം അങ്ങനെയല്ലേ ഇത് അവസാനിക്കത്തുള്ളൂ. ഇപ്പം വീടാൻ തോറൊക്കെ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ല. ഇപ്പം എത്രേണ്ട 10-12 സാക്ഷ്യമായി. കൃപാസന അമ്മയെ എൻ്റെ മുറിയിൽ ഞാൻ കണ്ടുവെന്നും പറഞ്ഞ് സാക്ഷ്യം പറയുന്നത്. അതിന് കൂടി വരികയുള്ളൂ. പക്ഷേ നമ്മൾ ഉടമ്പടി വരുന്ന സാക്ഷ്യങ്ങൾ എന്താ? അച്ഛൻ മാത്രം കണ്ടതുകൊണ്ട് സാഹചര്യ തെളിവുകളിൽ ഇവിടെ മഹാസംഭവം നടന്നു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് സ്ട്രാറ്റജിക്കായിട്ടുള്ള പുതിയ പ്രാർത്ഥന തന്നിട്ട് വലിയ സംഭവങ്ങൾ. ഞാൻ എപ്പോഴും ഈ മഹാസംഭവങ്ങൾ കൃപാസനത്തിലെ അത്ഭുതങ്ങൾ നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംഭവിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. കിഡ്നി വരെ ഇല്ലാത്തവർക്ക് ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ ഇല്ലാത്ത കിഡ്നി, ഒരു കിഡ്നിയെ ഉള്ളെങ്കിൽ വേറെ കിഡ്നി അവിടെ രൂപപ്പെട്ട് വന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലും അമ്മ പ്രത്യക്ഷപ്പെടാതെ നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങൾ പോരാ. ശരിക്കും ഒത്തിരി പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഉടമ്പടിയിൽ. കാര്യം ഈ കാലങ്ങളിലെല്ലാം മനുഷ്യനെ ഒരേ സമയം തന്നെ അത്ഭുതത്തിൽ ഇങ്ങനെ വിസ്മയിപ്പിച്ച് നിർത്തുകയല്ലേ ചെയ്യണത്. വ്യക്തിയെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്.
വിശുദ്ധിയിലും വിശുദ്ധീകരണത്തിനുള്ള വ്രതപ്രാർത്ഥനയല്ലേ. അതിൽ നോഹിൻ്റെ കാലം മുതൽ വെളിപ്പാടിൻ്റെ കാലം വരെയുള്ള ദൈവ വെളിപാടുകളെല്ലാം കൊരുത്ത് ഒരു വലിയ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വരദാനമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉടമ്പടി വരദാനങ്ങളിലൂടെ എൻ്റെ ആത്മാവിൻ്റെ വീര്യശക്തിയെ പ്രബലപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടിയുടെ ദിവ്യശക്തിയാൽ, അത്യുന്നത ശക്തിയാൽ കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനെ പ്രാർത്ഥനാ നിയോഗം വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മുടെ അനുഭവങ്ങൾ ആനുപാതികമായിട്ട് വളരണതിന് എന്താണൊരു അടിസ്ഥാന മാർഗം? നമ്മുടെ ദൈവാനുഭവങ്ങൾ ആനുപാതികമായിട്ട് വളരുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന മാർഗം എന്താണ്? ഈശോയെക്കുറിച്ചുള്ള അറിവുകളും ആനുപാതികമായിട്ട് വളരുകയാണ് ചെയ്യേണ്ടത്. ഈശോയെക്കുറിച്ചുള്ള അറിവുകൾ, അതാണ് ഈ അന്ധന്മാരോട് ഈശോ ചോദിക്കണത്. അന്ധന്മാരോട് മാത്രം എന്താ ചോദിക്കണത്? അതാണ് ചോദ്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്നല്ലേ എൻ്റെ അർത്ഥം? മനസ്സിലായില്ലേ? ഇപ്പോൾ ജെറിക്കോയിലെ രണ്ടന്ധന്മാരോടും ജെറിക്കോയുടെ പുറത്ത് ബർത്തിമേയോസിനോടും കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താഗ്രഹിച്ചാലും, പറഞ്ഞേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. കൈയടിച്ച് കർത്താവ് ഉടമ്പടിയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 32-ാം വാക്യം മറന്നു പോകരുത്. രണ്ടന്ധരോട് കർത്താവ് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മർക്കോസ് എൻ്റെ 10-ാം അധ്യായം 51-ാം വാക്യവും മറന്നു പോകരുത്. രണ്ടും ഒറ്റ ചോദ്യമാണ്. രണ്ടും അന്ധരോട് ചോദിക്കുന്നതാണ്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താഗ്രഹിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. എനിക്ക് ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ ഭയങ്കര വലിയ സാക്ഷ്യങ്ങൾ നടന്ന ദിവസമാണെന്ന്, എങ്കിലും എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു സാക്ഷ്യം അല്ല. അതായത് എനിക്ക് ആദ്യത്തെ സാക്ഷ്യമില്ലേ, എന്നാ സാക്ഷ്യം? ഈ ഞങ്ങളുടെ വീട്ടിൽ കുറേ അരിച്ചാക്കുകളൊക്കെ ഇട്ട് കച്ചവടം നടത്തിയവരാണ് ഞങ്ങൾ. അവസാനം 1 കിലോ അരി വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് പാടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അവർ ഇനിയും കർത്താവ് അനുഗ്രഹിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് അവരുടെ എളിമയോടെ അവരുടെ അവസ്ഥകൾ പറഞ്ഞ് കേട്ടെ, എന്ത് ഹൃദയമാണ് കേൾക്കാൻ, നമുക്ക് ഫീൽ ചെയ്യും. അത് പറയുമ്പോൾ അവരത് സത്യസന്ധമായിട്ട് പറയണതാണ്. കാര്യം നമ്മൾ എളിമയോടെയും വിനയത്തോടെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലും ദൈവജനത്തിൻ്റെ മുമ്പിലും നമ്മുടെ വിശ്വാസം ഏറ്റു പറയുമ്പോൾ ഈ എളിമ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ് ബൈബിളിലെ. ഇപ്പം യാക്കോബ് 4:4 പറയണില്ലേ, 4:6 കർത്താവ് എളിമയുള്ളവന് കൃപ കൊടുക്കും.
എളിമയുള്ളവന് കൃപ കൊടുക്കും. എളിമ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അപ്പോൾ എനിക്കങ്ങനെയാണ് ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഇവരെ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല, സീറോ ആയിപ്പോയി. അതെ, ഒരുമാതിരിപ്പെട്ട ജീവിക്കാൻ പച്ചപ്പുണ്ടായ ആൾക്കാർ പിന്നെ സീറോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് വല്ലാത്ത പെയിൻഫുള്ളാണ്. അത്യാവശ്യം മര്യാദ ജീവിച്ചിട്ടതിന് ശേഷമേ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പിന്നെ സീറോ വരുമ്പോഴേ നമുക്ക് പിടിവിട്ട് പോകും. നമ്മുടെ അത്ര ഒരു സാക്ഷ്യമാണ്. പിന്നെ അങ്ങനെ പിടിവിട്ട് പോകുമ്പോൾ അവരുടെ പിടി എന്താ? ആരോ കൂട്ടുകാരികൾ പറഞ്ഞു കൃപാസനത്തിൽ മാതാവുണ്ട്, അവിടെ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും. അപ്പം അവർ ഇല്ലാത്ത അപ്പം ആ ചട്ടായി അവസാനം ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ച് നിരത്തിപ്പോയിരിക്കുന്ന ഒരു കാഴ്ചയില്ലേ ഇല്ലേ? അപ്പം ആദ്യമേ ആ ബിസിനസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇവർ കുറേ വലിയ കച്ചവടമൊക്കെ ചെയ്തിട്ടാണ് അവസാനം കുറഞ്ഞ് വന്ന അവസാനം തെരുവിലായിപ്പോയി. അപ്പം അപ്പോഴേ വൈഫ് എന്ന രീതിയിൽ അവർ ചെറുപ്പമല്ലേ അവർക്കും കുഞ്ഞിനും അത് അപ്പായി ഇങ്ങനെ ലോട്ടറി ടിക്കറ്റും കൊണ്ട് ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് അവസാനം എല്ലാം തേച്ച് മുടിഞ്ഞ് കഴുകിപ്പോയി അവസാനം നിരത്തിൽ പോകുമ്പോൾ സങ്കടമുണ്ട്. അങ്ങനെ സങ്കടത്തിൻ്റെ തീരത്ത് ഇരിക്കുന്ന സമയത്താണ് അവരെ വിളിക്കണത്. ആര്? കൃപാസനത്തിലെ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വിളിക്കുക. അപ്പം പയ്യാവൂരിന്നൊക്കെ കണ്ണൂരിൽ നിന്ന് അവർ പറയാൻ കേട്ടില്ലേ, എൻ്റെ വീട് കണ്ണൂരിൽ നിന്ന് പിന്നെയും അകലെയാണ്, പയ്യാവൂരാണെന്നൊക്കെ പറയണില്ലേ, 50 കിലോമീറ്റർ പിന്നെ അകലെയാണെന്നാണ് പറയണത്. അവിടെ നിന്നാണ് 7 മാസം അടുപ്പിച്ച് മുടങ്ങാതെ വരണത്. എന്തിനാണ് വരണത്? അവിടെ ഉള്ളിൽ കർത്താവ് ഒരു ബോധ്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും 3-4 രൂപയെങ്കിലും ചിലവാകും അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ. അവർക്ക് ഉള്ളിലൊരു ബോധ്യം കൊടുത്തിട്ടുണ്ട്. കർത്താവ് എന്നെ പരീക്ഷയുടെ കാലം കഴിയുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് കർത്താവ് മറുപടി പറയുമെന്ന്. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും പരീക്ഷയുടെ കാലം കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ കർത്താവ് ഉയർത്തന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ കാര്യമെന്നറിയാവോ? ദൈവത്തിൻ്റെ സത്യസന്ധതയിലാണ് നമ്മൾ വിശ്വസിക്കണത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ കണ്ട സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ പറയണത് എന്താ? അവിടെ വിശ്വാസത്തിന് ദൈവം കൊടുത്ത മറുപടിയാണ്. അവിടെ വിശ്വാസത്തിന് ഇപ്പോൾ കണ്ണൂർ കാര്യത്തിൽ എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം പയ്യാവൂരെ ചേച്ചി സഹോദരി എന്നാ പറഞ്ഞത്? എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആരാണ്ട് കൃപാസനം പത്രവും തിന്ന് ദോശ ചേറിട്ട് തിന്നെന്ന് കേട്ടപ്പോൾ കുറേ ആൾക്കാർ ഉൾവലിഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഇല്ലേ? ആ സാക്ഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? അത് വെറുതെ പിശാച് ഉണ്ടാക്കിയൊരു സാധനം. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ ഈ അരൂര് മുതൽ ഇവിടെ ആലപ്പുഴ വരെയുള്ള എല്ലാ ആശുപത്രികളിലും വിവരാവകാശ പ്രകാരം കത്ത് കൊടുത്തിരിക്കുകയാണ് ഈ രോഗിനെ എവിടെ അഡ്മിറ്റ് ചെയ്യുമെന്നറിയാൻ വേണ്ടി. ഒരു മനുഷ്യനെ പോലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അമ്മയുമില്ല, അങ്ങനെ ഒരു കുഞ്ഞുമില്ല. വെറുതെ ഒരു അപ്പോൾ ചിലർ പറഞ്ഞ് ഇത്തരം അസംബന്ധം പറഞ്ഞ് പരത്തിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? ദിബിഡ. അത് പറയേണ്ട പാട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും മാനുഷ്യമായി കൈകാര്യം ചെയ്യണ വിഷയമല്ല. പിശാച് മനുഷ്യരുടെ രക്ഷയെ അട്ടിമറിക്കുമ്പോൾ അതിന് കൊണ്ടുപോയി വല്ല പോലീസുകാർക്കും പരാതി കൊടുത്ത് എന്നാ കാണിക്കാനാ? പിശാച് ആത്മരക്ഷ അട്ടിമറിക്കുകയല്ലേ? അട്ടിമറിക്കുമ്പോൾ പിശാചിൻ്റെ തല തകർത്തുള്ള അടുത്താണ് നമ്മൾ പരാതി പറയണത്. അത് കൃപാസനം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപാസനത്തെ സമർപ്പിക്കുന്നു, കൃപാസനത്തിന് വന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു, കൃപാസന ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു, എല്ലാ നേർച്ച വസ്തുക്കളെ സമർപ്പിക്കുന്നു, ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അഭിഷേകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പോൾ 2.5 മാസം, ഏപ്രിൽ മാസം ചെയ്ത ഉടമ്പടിയാണത്. 2.5 മാസം കാത്തിരുന്നപ്പോൾ ജൂലൈ മാസം വരെ കാത്തിരുന്നു. അപ്പോൾ എന്നാ ചെയ്തത്? ഒരു ചേട്ടായി ഒരു കട കൊടുക്കാമെന്ന് പറഞ്ഞു. അതന്നെ സാക്ഷി അല്ലേ? അവർ കച്ചവടം അറിയാവുന്ന കൊണ്ട് ഒരു ചേട്ടായി കട കൊടുക്കാമെന്ന് പറഞ്ഞു. 7,000 രൂപയുടെ വാടക കട 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. കട എടുത്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ കാശില്ല. പിന്നെ എന്താ ചെയ്യണത്? അന്ന് ഉടമ്പടി പുതുക്കും. പിന്നെ ചെയ്ത പരിപാടി എന്താണ്? ഉടമ്പടി പുതുക്കിയിട്ട് അമ്മയോട് പറയും, അമ്മേ കട കിട്ടിയതിന് നന്ദി പറയണം, പക്ഷേ കാലണ അതിൻ്റെ സാധനം വാങ്ങിച്ചു വെക്കാനില്ല എന്ന് പറയും. ഉടമ്പടി പുതുക്കി ചെല്ലുമ്പോൾ ആദ്യം ഫോൺ വിളിച്ച ആൾ തന്നെ പറയും, നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് ചോദിക്കും. ദാറ്റ് മീൻസ് എന്താണ്? അമ്മയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ കൂട്ടുകാരതാണ് തന്നത്, അളിയനാണ് തന്നത്, അയൽവാസിയാണ് തന്നത് എന്നൊന്നും പറയണ്ട. ഇതെല്ലാം അമ്മ നിങ്ങൾക്ക് കൈ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ കൊടുത്ത് വെച്ചേക്കണതാണ്. അവരെ നിങ്ങൾ വിളിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വിളിക്കുന്നു. നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരപ്പെടുത്തി തരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെയിലുണ്ട് ഇവിടെ കയ്യിലുണ്ടെന്ന് തിരിക്കരുത്. അമ്മയുടെ കയ്യിലുണ്ട്. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. അമ്മ അത് ഏൽപ്പിക്കേണ്ടവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ വിളിക്കാൻ നമ്മളോട് ആത്മാവ് പറയുമ്പോൾ നമ്മൾ വിളിക്കും. നമ്മൾക്ക് അവർ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അച്ചിട്ട വിശ്വാസത്തിൽ തന്നെ പോകണം. അച്ചിട്ട വിശ്വാസത്തിൽ ജാഗ്രതയോടെ, ജാഗ്രതയോടെ. അതാണ് ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ, ലൂസിയ ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ? എൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് ആരോ എന്നെ 3 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചെന്ന്. ഞാൻ കരഞ്ഞെഴുന്നേരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞില്ലേ. നിൻ്റെ എഴുന്നേക്ക്, നിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണം. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ല വല്ലാതെ ഒരു ആന്തരിക തരിപ്പാണ് തോന്നിയത്. കാര്യം ഞാനിങ്ങനെ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ദൈവം എന്ന് പറഞ്ഞത് സൂപ്പറാ. നമ്മൾ ദൈവത്തെ തന്നെ ഒപ്പിച്ച് ജീവിക്കണമെന്നേ ഉള്ളൂ. രാത്രി വിളിച്ചെഴുന്നേൽപ്പിക്കണേ, എഴുന്നിരുന്ന് പ്രാർത്ഥിക്ക്, നിൻ്റെ പേപ്പർ നോക്കണ സമയമാണെന്ന്. ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ദൈവം ചെയ്യും. അതായത് എൻ്റെ മക്കളെ, ഈ ഉടമ്പടി വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അറിയാമോ? ഇത് നിങ്ങളെ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആക്കുകയാണ്. നിങ്ങൾ അതായത് ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. കാര്യം അതിൽ കാച്ചി കുറുക്കി സത്യസന്ധമായി ഈ 4000 വർഷങ്ങൾ നോഹിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ദൈവവും അവൻ്റെ ജനതയും തമ്മിൽ ജീവിച്ചാത്മബന്ധത്തിൻ്റെ ഒരു ആത്മസ്പർശമുണ്ട്. അതാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഐ വിൽ കം വിത്ത് യു എന്നല്ല പറയണത്. മോസസിനോടൊക്കെ എന്താ പറയണത്? നീ യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്യാം, ഞാൻ നിൻ്റെ ജനത്തിൻ്റെയും കൂടെ വരാമെന്നാണ്. ഇത്ര ഇൻറ്റിമസിയാണ്. അതല്ല ടീച്ചർ ചുമക്കുന്നത്. നിയമാവർത്തനം 4:7 കോട്ട് ചെയ്തിട്ടാണ് അവർ ആ സാക്ഷ്യം അവസാനിക്കുന്നത്. നിയമാവർത്തനം 4:7 എന്താ പറയണത്? പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്രയും സമീപസ്ഥനായ ദൈവമുള്ള ശ്രേഷ്ഠ ഏത് ജനതയാണുള്ളതെന്ന് ചോദിക്കണില്ലേ? സുധിയുടെ ഹല്ലേലൂയ, വിശ്വസ്തം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക്, അവിടുത്തെ പദവി എന്ന് വിളിക്കപ്പെട്ടവർക്ക് സമസ്തവും നന്മയായി പരിണമിക്കുന്ന ദൈവം അടുത്തുള്ള ശ്രേഷ്ഠ ജനതയാണല്ലോ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസം പാടാം. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവ് വേറെ ഒരു കക്ഷിയോടും ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. അന്ധന്മാരെ 3 പേരും സുഖപ്പെട്ടായിരുന്നു. അന്ധന്മാരെ 3 പേരും സുഖപ്പെട്ടു. പക്ഷെ കർത്താവ് അതേ ചോദ്യം വേറെ ഒരു കക്ഷിയോട് ചോദിച്ചായിരുന്നു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. ആരോടാ? സെബദീ പുത്രന്മാരോട്. അപ്പോഴവരെന്നാ പറഞ്ഞത്? മർക്കോസ് 10:36, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്. സെബദീ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? യാക്കോബും യോഹന്നാനും. അവരെന്താണ് കർത്താവിനോട് ആവശ്യപ്പെട്ടത്? നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ നിൻ്റെ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ ഭൗതികമായ ആനുകൂല്യങ്ങളും അധികാരങ്ങളും ആളുകളിലും ഒക്കെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കണത് എന്താണെന്ന്
നിങ്ങൾക്ക് തന്നെ. അപ്പം ചോദിക്കുന്ന മുമ്പ് ഒന്ന് അറിയണം, നല്ലതായിരിക്കും. മർക്കോസ് 10:36 ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഗുണകരമാകണമെന്ന് നിർബന്ധം ഇല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സെബദി പുത്രന്മാർ എന്താ ചോദിച്ചത്? കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ, മർക്കോസ് 10:36 കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും, എന്നുവെച്ചാൽ പത്രോസിനേക്കാൾ കേമനാകണമെന്നാണ് ഈ പറയണത്. ആ പത്രോസിന് താക്കോൽ കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു പുലിവാല, മത്സരമുണ്ട്, അസൂയയുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ സെബദി പുത്രന്മാരുടെ വരവ് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? പത്രോസിന് കർത്താവ് അധികാരം കൊടുത്തില്ലേ? അതിനുശേഷം സലോമി ഉണ്ടാക്കിയ പുലിവാല ആര്? യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ. അവരാണ് സെബദിയുടെ ഭാര്യ. അവർ വന്നാണ് ഈ മക്കളെയും കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് യുദ്ധം ഉണ്ടാക്കണത്, സമരം ഉണ്ടാക്കണത്. എന്താണ്? പത്രോസിൻ്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്, അന്ത്രോസും പത്രോസും. എൻ്റെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്, യാക്കോവും യോഹന്നാനും. അപ്പോൾ 50-50. പക്ഷേ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ കുടുംബം വിറ്റുള്ള കാശ് കൊണ്ടുവന്ന് യൂദാസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കാ മേൽക്കൈ വേണ്ടത്? എനിക്കാ. അപ്പോൾ താക്കോൽ കൊണ്ടുപോയിരിക്കണത് ആരാണ്? പത്രോസാണ്. ഇതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് മാത്രം ഈ പ്രശ്നം പണ്ടേ ഉണ്ട്. പത്രോസിനോട് ഈശോ പറഞ്ഞില്ലേ, യോനായുടെ പുത്രനെ ശമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞില്ലേ? അതാണ് സലോമി കേട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ആ വിഷയം കേട്ടപ്പോഴാണ് സലോമി പറഞ്ഞത്, ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നമ്മളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ 50-50 അന്ത്രോസും പത്രോസും അവിടെ വീട്ടിൽ നിന്ന് 2 പേരുണ്ട്. നിങ്ങളും ഉണ്ടല്ലോ 2 പേര്, യാക്കോബും യോഹന്നാനും. പക്ഷെ അവരെക്കാൾ കുറച്ചുകൂടി മേൽക്കൈ നമുക്കുണ്ട്. എന്താണ്? നമ്മുടെ കുടുംബം വിറ്റ് വസ്തു വിറ്റ് കാശ് കൊണ്ടുവന്ന് കർത്താവിൻ്റെ, അതുകൊണ്ട് അവസാനം 10:45 അല്ലെ 16:45 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഈ സ്ത്രീ നിൽക്കുന്നുണ്ട്. ശരിക്കും സലോമി നിൽക്കുന്നുണ്ട്. അപ്പോൾ സലോമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ സമ്പത്ത് വിറ്റ് അവനെ ശുശ്രൂഷിച്ച മറ്റു സ്ത്രീകളുടെ കൂട്ടത്തിലാണ് സലോമിയുടെ പേര് പറയണത്. സലോമി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും കുടുംബ ഓഹരി വിറ്റപ്പോൾ അത് കൊണ്ടുവന്ന് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് കൊടുത്ത ആളാണ് സലോമി. നമ്മളെ ദൈവത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു ക്ലെയിമാണ്, ഒരു അവകാശവാദമാണ് സലോമി ഉന്നയിക്കുന്നത്. അവകാശവാദം ഉന്നയിക്കുമ്പോൾ സലോമി ഉദ്ദേശിക്കുന്നത് പത്രോസിനേക്കാൾ അന്ത്രോസിനേക്കാൾ യാക്കോബിനും യോഹന്നാനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളും അധികാരവും ഒരു മേൽക്കൈ കിട്ടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്താ വെച്ചാൽ ലോക അരൂപിയാലാണ് അവർ ചോദിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ലോക അരൂപിയാൽ നമ്മൾ ചോദിച്ചാൽ നിങ്ങളുടെ ക്ലെയിമൊന്നും അത് വെച്ച്, ലോകാരൂപ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മത്സരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക. ഇപ്പം നിങ്ങളുടെ അനുജത്തിയുടെ മക്കൾ കാനഡയിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡയിൽ, ഉത്തരം എന്താണ്? ദൈവഹിതമാണ്. ഏറ്റവും ചെറിയ ഉത്തരം എന്താണ്? നമ്മുടെ ആഗ്രഹം നിറവേറുന്നതാണ്. പറഞ്ഞ മനസ്സിലായ? എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉത്തരം ദൈവഹിതമാണെന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ചെറിയ ഉത്തരം എൻ്റെ ഹിതം നിറവേറാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞിരിക്കും. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരാരോഗികൾ, ക്ലേശം അനുഭവിക്കുന്നവര്, സാമ്പത്തിക ദൈവം കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നില്ല. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം.
അതുകൊണ്ട് ചില കാര്യങ്ങൾ താമസിക്കുകയോ നിങ്ങളെ വിചാരിക്കണ രീതിയിൽ അത് നടക്കാതെ ഇരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഡെസ്പാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം, കർത്താവായ ദൈവമേ, ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലും എനിക്ക് ഇച്ഛാഭംഗം ഉണ്ടാകാതിരിക്കാൻ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിയ അങ്ങയെ മഹത്വപ്പെടുത്തിയ ആന്തരിക സന്തോഷം എന്നിൽ അഭിഷേകമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ.